അറേബ്യൻ രാജ്യങ്ങൾക്ക് ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ പുതിയൊരു മുന്നറിയിപ്പും പുതിയൊരു ഉത്തരവും നൽകിയിരിക്കുകയാണ്. ഇറാനും ഇസ്രായേലും തമ്മിൽ യുദ്ധം കഠിനമാകുന്ന ഈ സാഹചര്യത്തിൽ ഇറാന്റെ യുദ്ധ വിമാനങ്ങൾ അറേബ്യൻ രാജ്യങ്ങളിൽ ഇറങ്ങാനും അവിടെ നിന്ന് ഇറാനെ ആക്രമിക്കാനും സാധ്യതയുണ്ട് എന്നതിനാൽ അത്തരം പ്രവർത്തനങ്ങൾക്ക് നിങ്ങളുടെ ഭൂപ്രദേശം വിട്ടുകൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാവും എന്നുള്ളൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഈ ഒരു മുന്നറിയിപ്പ് വലിയ ആഘാതം അറബ് രാജ്യങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ കാര്യം ഇത്രയൊന്നും ഒരിക്കലും ഇസ്രായേലോ ലോകം പ്രതീക്ഷിച്ചിട്ടില്ല. ഇറാൻ ഇത്രയും ശക്തിയുള്ള രാജ്യമാണ്, ഇങ്ങനെയൊക്കെ ഇസ്രായേലിനെ ആക്രമിക്കും, ഇങ്ങനെയൊക്കെ ഇസ്രായേലിൻ്റെ മേഖല തകർക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ള ഒരു കൃത്യതയും ഒരു യാഥാർത്ഥ്യവും ഇപ്പോഴാണ് ബോധ്യമായത്. അതിനാൽ തന്നെ അറബ് രാജ്യങ്ങളെ ആക്രമിക്കുക എന്നുള്ളത് പറയുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം നിസ്സാരമായിരിക്കുന്ന സംഭവമാണ് എന്നതിനാൽ വലിയ രീതിയിലുള്ള ഭയപ്പാടിലാണ് ഇപ്പോൾ അറബ് രാജ്യങ്ങളൊക്കെ ഉള്ളത്. അറേബ്യൻ രാജ്യങ്ങളെ അത് മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും വലിയ സൈനിക താവളം അമേരിക്കയുടെ ഉള്ളത് ഖത്തറിലാണ്. ഖത്തർ കഴിഞ്ഞാൽ പിന്നെ കുവൈറ്റാണ്, ബഹ്റൈനിലുണ്ട്, പിന്നെ UAE-യിലുണ്ട്. ഈ 4 രാജ്യങ്ങളിലും വലിയ രീതിയിൽ തന്നെ അത് ഖത്തർ ഓരോന്നായിട്ട് അവർ പറയുന്നുണ്ട്. ഒന്ന് ഖത്തറാണ്, അത് കഴിഞ്ഞാൽ UAE ആണ്, പിന്നീട് കുവൈത്താണ്, പിന്നീട് ബഹ്റൈനാണ്. 4 രാജ്യങ്ങൾ. നിലവിൽ ഇല്ലാത്തത് 2 സൗദി അറേബ്യയിലും ഒമാനിലും അമേരിക്കയുടേതായിരിക്കുന്ന ഈ സൈനിക താവളങ്ങളോ സംവിധാനങ്ങളോ ഇല്ല. എന്നാൽ അവരുടെ രാജ്യത്തുള്ള സൈനിക താവളങ്ങൾ, എയർപോർട്ടുകളൊക്കെ അമേരിക്കയുടെ ആവശ്യത്തിന് വേണ്ടി വിട്ടുകൊടുക്കാം എന്നുള്ള ഒരു കരാറുണ്ട്. അപ്പോൾ വേണമെങ്കിൽ അവർക്ക് വിട്ടുകൊടുക്കാം എന്ന് വെച്ചാൽ 6 രാജ്യത്തിലും വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇറാനെ ആക്രമിക്കാൻ വേണ്ടി പറ്റും. ഈ സൗദി അറേബ്യയും ഒമാനും ഈ കാര്യത്തിൽ കർക്കശമായിരിക്കുന്ന നിലപാട് ആദ്യം തന്നെ എടുത്തിട്ടുണ്ട്. ജോ ബൈഡൻ ഉള്ള സമയത്തും ട്രംപ് ഉള്ള സമയത്തും ആ കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ഭൂപ്രദേശത്തിൽ നിന്ന് ഇറാൻ ആക്രമിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല, നിങ്ങളുടെ വിമാനങ്ങൾക്ക് ഇറങ്ങാം പോകാം, അതൊന്നും വിഷയമുള്ള കാര്യമല്ല. പക്ഷേ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഞങ്ങളുടെ ഭൂപ്രദേശം ഉപയോഗിക്കുമ്പോൾ നമ്മൾ തമ്മിലുള്ള ബന്ധത്തിനൊക്കെ വലിയ ഒലച്ചിലുണ്ടാകുമെന്ന് വളരെ കൃത്യമായ രീതിയിൽ പറഞ്ഞ രാജ്യം ആദ്യം പറഞ്ഞ സൗദി അറേബ്യയാണ്, പിന്നീട് ഒമാൻ പറഞ്ഞിട്ടുണ്ട്. ഒമാൻ ഈ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി മനസ്സിലാക്കിയിട്ടുണ്ട്. ആദ്യം ഈ ഇറാഖ് യുദ്ധം നടക്കുന്ന സമയത്ത് അതിനുശേഷം ഈ രാജ്യങ്ങളിലെല്ലാം അമേരിക്കയുടെ സൈനികർ ഉണ്ടായിരുന്നു. അത് വലിയ പ്രതിഷേധം, സൗദി അറേബ്യയിൽ വലിയ പ്രതിഷേധം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാവുകയും രാജാവിനോട് തന്നെ അവിടുത്തെ ഭരണാധികാരികളോട് തന്നെ ജനങ്ങൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പരാതി പറയുകയും ചെയ്തിട്ടുണ്ട്. ആ പരാതി അദ്ദേഹം പരിഗണിച്ചിട്ടുണ്ട്. അത് ഫഹദ് രാജാവിൻ്റെ കാലത്തും ശേഷം അബ്ദുള്ള രാജാവിൻ്റെ കാലത്തും ശേഷം സുൽത്താൻ രാജാവിൻ്റെ കാലത്തും ഇപ്പോഴത്തെ ഭരണാധികാരി സൽമാൻ രാജാവിൻ്റെ കാലത്തൊക്കെ ഈ ജനങ്ങൾക്ക് സംവദിക്കാം എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടായിട്ടുണ്ട്. അത് ഫഹദ് രാജാവിൻ്റെ കാലത്താണ് ആരംഭിച്ചത്. ഈ അബ്ദുള്ള രാജാവിൻ്റെ കാലത്ത് അത് വിശാലമാക്കപ്പെട്ടു. അതായത് ഭരണാധികാരികളുമായിട്ട് അവിടുത്തെ ജനങ്ങൾക്ക് സംവദിക്കാം, കാര്യങ്ങൾ ചോദിക്കാം, കാര്യങ്ങൾ പറയാം, അഭിപ്രായം പറയാം, അതിന് വേദികൾ ഉണ്ടാക്കുക. റിയാദും ദമാമും ജിദ്ദയും അടക്കമുള്ള ഏകദേശം 20 മേഖല അതിനുവേണ്ടി തിരഞ്ഞെടുക്കുകയും അതിന് പ്രത്യേക ഒരു ദിവസം തിരഞ്ഞെടുക്കുകയും ഇവരുടെ ഭരണാധികാരികളുടെ പ്രതിനിധികൾ അതിൽ നിർബന്ധമായിട്ട് പങ്കെടുക്കുകയും ജനങ്ങളുടെ കയ്യിലേക്ക് മൈക്ക് കൊടുക്കുകയും അവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കുകയും അത് രേഖപ്പെടുത്തുകയും മാറ്റത്തിരുത്തുകൾ വേണമെങ്കിൽ അത് മാറ്റത്തിരുത്താൻ തയ്യാറാവുന്ന സംവിധാനങ്ങൾക്ക് ഒരു ജനാധിപത്യ പ്രക്രിയയുടെ ആരംഭം എന്ന രീതിയിൽ സൗദി അറേബ്യ അത് തുടങ്ങിയിട്ടുണ്ട്. അത് ഇപ്പോൾ നടക്കുന്നുണ്ട്. അത് മാത്രമല്ല, അവിടുത്തെ കോർപ്പറേഷൻ, സിറ്റി കോർപ്പറേഷൻ പോലെയുള്ള ആളുകൾ ഭാഗങ്ങളിലൊക്കെ ഭരണസമിതിയിലേക്ക് സാധാരണക്കാരായിരിക്കുന്ന സൗദികളാണ്. ജനാധിപത്യ പ്രക്രിയയുടെ ഒരു ഭാഗമായിട്ട് അത് തെരഞ്ഞെടുപ്പ് പോലെ തന്നെ, നമ്മുടെ നാട്ടിലെ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് പോലെ അതിന് മറ്റൊരു രീതി, അതായത് പരസ്യമായി വീടാന്തരം കയറിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് പറ്റില്ല. പകരം അവിടെ ഏരിയകളിൽ, ടൗൺ പോലെയുള്ള ഭാഗങ്ങളിൽ ടെൻ്റ് അടിച്ച് നിന്നുകൊണ്ട് പ്രചരണം നടത്തുന്ന ആ രീതിക്ക് അനുസരിച്ചുള്ള പ്രവർത്തനമൊക്കെ നടത്തിയിട്ടുണ്ട്. ഞാനുള്ള സമയത്തെ അവിടെ ഈ പ്രവർത്തനം കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ പരാതിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വന്നപ്പോൾ ഏറ്റവും കൂടുതൽ സൗദികൾ പരാതി നൽകിയത് അമേരിക്കയുടെ സൈന്യം സൗദി അറേബ്യയിൽ തുടരുന്നതും അവരുടെക്ക് വേണ്ടി പ്രത്യേകമായിരിക്കുന്ന ബ്ലോക്ക് ഉണ്ടാക്കുന്നതും സംരക്ഷണ ഭിത്തി ഒരുക്കുന്നതും ഉചിതമല്ല. നമ്മൾ നമ്മുടേതായിരിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തുകയും നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ പര്യാപ്തരാവുകയും വേണം എന്നുള്ളൊരു അഭിപ്രായം സൗദി പൗരന്മാർ ഒരുപാട് ഘട്ടങ്ങളിലായിട്ട് അല്ല ഒരുപാട് ഏരിയകളിലും ഇതേ അഭിപ്രായം പറഞ്ഞു. അത് സൗദി ഭരണകൂടം കൃത്യമായി പരിശോധിക്കുകയും അവിടെ ഇവിടെ അമേരിക്കയുടെ സൈനികരെ ഘട്ടം ഘട്ടമായിട്ട് അവർ ഒഴിവാക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ അമേരിക്കയുടെ സൈനികർ ഇപ്പോൾ സൗദി അറേബ്യയിലില്ല. പിന്നെ നയതന്ത്ര ബന്ധമുള്ള രാജ്യമെന്ന നിലക്ക് വിമാനം വരിക പോവുക അതുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ അങ്ങനെ അവസരം കൊടുക്കാറുണ്ട് എന്നല്ലാതെ അമേരിക്കയുടെ സൈനികർ തുടരുന്നില്ല. അത് യമനില്ല, ഒമാനിലുമില്ല, ഈ 2 രാജ്യത്തുമില്ല, ബാക്കിയുള്ള രാജ്യത്തും ഉണ്ട്. അപ്പോൾ അത് ഏത് തരത്തിലാണ് കരാർ വ്യവസ്ഥ എന്ന് പറയുന്നത്? ചിലപ്പോൾ ഇവർ കരാർ ഉണ്ടാക്കുന്ന സമയത്ത്
10 വർഷം 20 വർഷം അങ്ങനെ നേരെ 90 വർഷം 150 വർഷം അങ്ങനെ ലോകാവസാനത്തിൻ്റെ വർഷമൊക്കെ എഴുതിയിട്ടാണ് കരാറുണ്ടാക്കുക എന്നതിനാൽ അത്ര പെട്ടെന്ന് വില ഒഴിഞ്ഞു പോകാൻ പറ്റില്ല. അതാണ് ഇറാഖ് ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ തന്നെ ഇറാഖിൻ്റെ പ്രധാനമന്ത്രി പ്രസിഡന്റും അമേരിക്കയുടെ 2 പ്രസിഡന്റുമാരോടും ബൈഡനോടും ഇപ്പോഴത്തെ ട്രംപിനോടും പറഞ്ഞിട്ടുണ്ട് 2500 സൈനികർ ഇപ്പോൾ ഇറാഖിൽ അമേരിക്കയുടേതായിട്ടുണ്ട്, അവർ ഒഴിവാക്കി തരണം. ഞങ്ങൾക്കിപ്പോൾ ആഭ്യന്തരമായിരിക്കുന്ന വിഷയകാര്യങ്ങളൊന്നുമില്ല, വേറെ രാജ്യങ്ങൾ ആക്രമിക്കുന്ന സ്ഥിതിയൊന്നുമില്ല. അത്തരം ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളോട് സഹായം തേടും, ആ സമയത്ത് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവർ ഒഴിവാക്കില്ല എന്നുള്ള കാര്യം നമുക്കറിയാം, ഒഴിവാക്കിയിട്ടുമില്ല. അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ സൈനിക ബലവും സൈനിക ശക്തിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഗൾഫ് രാജ്യങ്ങൾ ഉള്ളത് കൊണ്ട് ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളെല്ലാം അതിർത്തി രാജ്യങ്ങളിൽ നിന്നാണ് എന്നുള്ളത് ഏറെക്കുറെ കൃത്യമായിട്ടുണ്ട്. അതിൽ അസർബൈജാൻ്റെ പേര് വന്നിട്ടുണ്ട്, ഇറാഖിൻ്റെ പേര് വന്നിട്ടുണ്ട്. അത് മറ്റുള്ള രാജ്യങ്ങളൊക്കെ പാകിസ്ഥാൻ്റെ സൈനിക കമാൻഡറുമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അമേരിക്ക ഒരു ചർച്ച നടത്തിയതുമായിട്ട് ബന്ധപ്പെട്ട് പാകിസ്ഥാനെയും സൈനികരെയൊക്കെ വല്ലാത്ത രീതിയിൽ പ്രശംസിച്ചിട്ടാണ് പറഞ്ഞത്. പാകിസ്ഥാൻ്റെ അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ഇറാൻ എന്നതിനാൽ അവർക്ക് വേണമെങ്കിൽ പാകിസ്ഥാന് അനുവാദം ഉണ്ടെങ്കിൽ അതിർത്തിയിൽ വെച്ച് ആക്രമിക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് അവരെ സോപ്പിട്ട് നിർത്തുന്ന ഒരു പ്രവൃത്തി ഇപ്പോൾ അമേരിക്ക ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അവരെല്ലാ കാലത്തും അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇറാഖ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് അറബ് രാജ്യങ്ങളൊക്കെ സഹകരിച്ച സമയത്ത് ഇറാനോട് അമേരിക്ക ഒരു അപേക്ഷ സമർപ്പിച്ചിരുന്നു, നിങ്ങളുടെ ഭൂപ്രദേശത്ത് നിന്ന് ഇറാഖിനെ ആക്രമിക്കാനുള്ള അനുവാദം നൽകണമെന്ന്. അപ്പോൾ ഇറാൻ അതിന് കൃത്യമായിരിക്കുന്ന മറുപടി പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ 8 കൊല്ലമായിട്ട് ഞങ്ങളുമായിട്ട് യുദ്ധം ചെയ്ത രാജ്യമാണ് ഇറാഖ്, ഞങ്ങൾക്ക് വലിയ സാമ്പത്തിക നഷ്ടവും വലിയ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്, 10 ലക്ഷം ആളുകൾ ആ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് മരണപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങളെക്കാണ് വിശ്വസിക്കാൻ പറ്റിയ ഇറാഖിനെയാണ്. ഇസ്രായേലിന് അമേരിക്കയ്ക്ക് നിങ്ങൾക്ക് വിശ്വാസമില്ല, നിങ്ങൾ ഞങ്ങളുടെ ശത്രുവാണ്, ഒരിക്കലും അത് അനുവദിക്കില്ല എന്ന് പറഞ്ഞ ലോകത്തിലെ ഒരേ ഒരു മുസ്ലിം രാജ്യത്തിൻ്റെ പേര് ഇറാൻ എന്നാണ്. അതിനെ തുറച്ച് എന്തായാലും അവർ ചെയ്യാതിരിക്കില്ലല്ലോ. ഇപ്പോൾ ഈ കാര്യം പറഞ്ഞതോടുകൂടി ഖത്തർ ഈ അമേരിക്കയോട് ഈ വിഷയം പരാമർശിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട് എന്നൊരു വിവരം വന്നു. കാര്യം എന്ന് പറഞ്ഞാൽ വില കൂടിയിരിക്കുന്ന വലിയ ആയുധങ്ങളും അതുപോലെ തന്നെ വിമാനങ്ങളും യുദ്ധ സംവിധാന കാര്യങ്ങളൊക്കെ ഇവിടെ ലാൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഈ ഭൂപ്രദേശത്തുണ്ട്. അത് നിങ്ങൾ ഒന്നുകിൽ ഒഴിവാക്കുകയോ അതല്ലെങ്കിൽ മാറ്റത്തിരുത്തലുകൾ വരുത്തുകയോ എന്തെങ്കിലും സംവിധാന കാര്യങ്ങൾ ഒരുക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഇറാൻ നിരീക്ഷിക്കുന്നുണ്ട്. ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ നിരീക്ഷണ സംവിധാനങ്ങൾ ഇറാൻ യുദ്ധത്തിന് മുൻപ് തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് രാജ്യത്തിൽ നിന്നാണ് വിമാനം ഉയർന്നു പൊന്തുക എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി ഇറാന് സാധിക്കും. അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ വലിയ യുദ്ധ സംവിധാനങ്ങളും യുദ്ധവിമാനങ്ങളും അതുമായി ബന്ധപ്പെട്ട സാമഗ്രി സംവിധാനങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം കൃത്യമായ രീതിയിൽ ഇറാൻ അറിയാം. അതിനാൽ എന്ത് ചെയ്യണം, അത് ഞങ്ങൾക്ക് ഒഴിവാക്കി തരണം എന്നൊരു അപേക്ഷ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള വിവരം ഒരു വിശ്വാസ്യമായിരിക്കുന്ന ഒരു വിവരമായിട്ടൊന്നുമല്ല. ചില കാര്യങ്ങളൊക്കെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അടിസ്ഥാനപരമായിട്ടോ അല്ലെങ്കിൽ ഔദ്യോഗികപരമായിട്ടോ ഒന്നും വരില്ല. ഇപ്പോൾ ചൈനയിൽ നിന്ന് 3 വിമാനങ്ങൾ ഇറാനിൽ വന്നു. അത് ചൈന സ്ഥിരീകരിച്ചിട്ടില്ല, ഇറാനും സ്ഥിരീകരിച്ചിട്ടില്ല. റഡാറിലാണെങ്കിൽ അത് പിടിച്ചിട്ടുമില്ല. അതിർത്തി വരെ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നു, അതിർത്തി കഴിഞ്ഞ ശേഷം പിന്നെ യാതൊരു വിവരവുമില്ല. അപ്പോൾ റഡാറിൽ പോലും പിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സംവിധാനത്തോടു കൂടിയാണ് 3 യുദ്ധവിമാനങ്ങളും അതിൻ്റെ കുറേ ആയുധ സംവിധാനങ്ങളൊക്കെ ഇവിടെ എത്തിയത് എന്ന് പറയുന്നു. അതേപോലെ തന്നെ റഷ്യ നിരന്തരം കപ്പൽ വഴിയോ മറ്റോ ആയുധങ്ങൾ എത്തിക്കുന്നുണ്ട് എന്ന വിവരം സ്ഥിരീകരിക്കാത്തത് പുറത്തു വരുന്നുണ്ട്. യുദ്ധവുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് ഒരു 5-10% മാത്രമേ അടിസ്ഥാനവും കൃത്യവുമായിരിക്കുന്ന വിവരമായിട്ട് പുറത്തു വരൂ. ബാക്കി നടക്കുന്ന സംഭവങ്ങളൊക്കെ വളരെ രഹസ്യമായിരിക്കും എന്നുള്ള ഉറപ്പാണ്. യുദ്ധത്തിൽ ഇറാൻ മാത്രമല്ല, യഥാർത്ഥത്തിൽ ചൈനയും റഷ്യയും ഉണ്ട് എന്നുള്ള കാര്യം കൃത്യമാണ്. കൊറിയ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ മാത്രമേ ഇപ്പോൾ സംശയം. അപ്പോൾ കൊറിയയുടെ സമീപനവും നിലപാടും എങ്ങനെയാണെന്ന് വരും ദിവസങ്ങളിൽ അറിയാൻ വേണ്ടി പറ്റും. ഏതായിരുന്നാലും ഇറാൻ്റെ ഭീഷണി അത് ശക്തമായിരിക്കുന്ന ഭീഷണിയാണ്, മുന്നറിയിപ്പാണ്. കൃത്യമായ രീതിയിൽ ശ്രദ്ധിക്കണം. ഞങ്ങളുടെ രാജ്യത്തേക്ക് ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ അക്രമ കാര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ശത്രുവായിട്ട് കണ്ട് നിങ്ങളുടെ രാജ്യത്തിന് നേരെ തങ്ങൾ അക്രമം നടത്തും എന്ന് പറഞ്ഞാൽ ഇറാൻ നടത്തുമെന്ന് പറഞ്ഞാൽ ഏതായാലും നടത്തും എന്നുള്ളത് കാര്യം ഉറപ്പാണ്. കാര്യം എന്ന് പറയുന്നത് ഇത്രയും വലിയ മഹാരാജ്യത്തിനോട്, അമേരിക്കയോടും ഇസ്രായേലിനോടാണ് ഇപ്പോൾ യുദ്ധം ചെയ്യുന്നത്, ആരുമില്ലാതെ ഒറ്റയ്ക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അവരുമായിട്ട് യുദ്ധം ചെയ്തിട്ട് വലിയ മുന്നേറ്റം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഇസ്രായേലിൽ തന്നെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. ഒരിക്കലും ഇസ്രായേൽ ഇത്തരമൊരു ഞെട്ടിപ്പിക്കുന്ന ഒരു തിരിച്ചടി പ്രതീക്ഷിച്ചിട്ടില്ല. കാര്യം ആദ്യഘട്ടത്തിൽ തന്നെ ഇറാനിലുള്ള സൈനിക കമാൻഡറെയും അതോടൊപ്പം തന്നെ അവരുടെ ശാസ്ത്രജ്ഞരെയും കൊലപ്പെടുത്തിയ വിവരം നമുക്കറിയാം. അങ്ങനെ ആ രാജ്യത്തെ തന്നെ ഞെട്ടിപ്പിച്ചതിന് ശേഷമാണ് ആ രാജ്യത്ത് ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ തുനിഞ്ഞത്. അത് ലെബനാൻ നടത്തിയിരിക്കുന്ന പോലെ രീതിയിൽ ഒരു പേജർ ദുരന്തം ആദ്യം ഉണ്ടായി രാജ്യത്തെ ഞെട്ടിപ്പിക്കുന്നു, പിന്നീട് വലിയ ബങ്കർ ബസ്റ്റർ ബോംബുണ്ടാക്കിയിട്ട് അവിടുത്തെ ഹിസ്ബുള്ള നേതാവിനെ അടക്കമുള്ള സൈനികരെ കൊല്ലുന്നു, പിന്നീട് ആക്രമണ പരമ്പരകൾ തുടരുന്നു. ആ രീതിയിൽ കീഴ്പ്പെടുത്താൻ വേണ്ടി സാധിക്കും എന്ന് മണ്ടന്മാരായിരിക്കുന്ന ഇസ്രായേൽ കണക്ക് കൂട്ടിയെന്നാണ് ചില അറബികളൊക്കെ പറയുന്നത്, അറബ് പത്രങ്ങളൊക്കെ പറയുന്നത്. ഏതായിരുന്നാലും ഇപ്പോഴത്തെ തിരിച്ചടികളും
ഇപ്പോഴത്തെ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യം ആർക്കും പ്രവചിക്കാൻ പറ്റാത്ത വിധം സങ്കീർണമായി മാറിയിരിക്കുന്ന സാഹചര്യത്തിൽ അറബികൾക്ക് നേരെയുള്ള ഇറാന്റെ പ്രസിഡന്റ് മുന്നറിയിപ്പും അല്ലെങ്കിൽ ഭീഷണി സ്വരത്തിലുള്ള സംസാരങ്ങളും വലിയ രീതിയിലുള്ള ഭയപ്പാടോടുകൂടിയാണ് ആ രാജ്യങ്ങൾ കാണുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.